കേരളത്തിൽ മലയാള സിനിമകളെക്കാൾ വമ്പൻ വരവേൽപ്പ് ലഭിക്കുന്നെങ്കിൽ അത് തമിഴ് സിനിമകൾക്കായിരിക്കും. ഒത്തിരിയധികം കൊമേഴ്ഷ്യൽ സിനിമകൾ തരുന്ന കോളിവുഡ് ഇൻഡസ്ട്രിയുടെ, അതായത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ മെയിൻ മാർക്കറ്റ് തന്നെ കേരളമാണ്. കേരളത്തിൽ പണ്ട് മുതൽക്കേ തമിഴ് സിനിമകൾക്ക് വലിയ ആരാധകരാണുള്ളത്. MGR, രജനി, വിജയ് എന്നിങ്ങനെ 3 കാലഘട്ടത്തിലും തമിഴ് സിനിമകൾക്ക് കേരളത്തിലുള്ള സ്വാധീനം ഏറെ വലുതാണ്. അത്തരത്തിൽ കേരളത്തിൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ 10 തമിഴ് സിനിമകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഉള്ളതിനേക്കാൾ ഫാൻ ബേസ് ഇപ്പറഞ്ഞ രജനിക്കും വിജയ്ക്കും ഉള്ളതിനുള്ള പ്രധാന കാരണവും തമിഴ് സിനിമകളുടെ കൊമേഴ്ഷ്യൽ വാല്യൂസ് തന്നെയാണ്. ഓരോ വർഷവും ഒത്തിരി നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ തമിഴ് സിനിമകൾ പുഷ്പം പോലെ വന്ന് ബോക്സ് ഓഫീസിൽ ടോപ്പ് കളക്ഷൻസ് അടിക്കുന്നുമുണ്ട്. കമ്പാരിസൺ അല്ല, പക്ഷേ തമിഴ് സിനിമകൾ കാണാൻ മലയാളിക്കെന്നും വലിയ ആകാംക്ഷയാണ്. ഇക്കാരണങ്ങളെല്ലാം തന്നെ മലയാളം നടന്മാരെക്കാൾ തമിഴ് നടന്മാർക്ക് മാസും സ്വാഗും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ഒത്തിരി തമിഴ് സിനിമകൾ പണം വാരി. അത്തരത്തിൽ ഇതുവരെ കേരളത്തിൽ നിന്നും കൂടുതൽ പണം വാരിയ 10 തമിഴ് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. പത്താം സ്ഥാനത്തുള്ളത് കബാലി. 16.5 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ. 9ാം സ്ഥാനത്ത് പൊന്നിയിൻ സെൽവൻ പാർട്ട് 2. 18.5 കോടി രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് മെർസൽ. 19 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് ഐ എന്ന സിനിമയാണ്. 19.8 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് 2.0. ഈ ഒരു ചിത്രം 21.5 കോടിയോളം രൂപ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് ബിഗിൽ. 21.5 കോടിയോളം രൂപ ഈ ഒരു ചിത്രവും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. 25.5 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് വിക്രം. 40.5 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ജയിലർ. 57.1 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ലിയോ. 59.5 കോടി രൂപയാണ് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം രജനിക്കും വിജയ്ക്കുമുള്ള മാർക്കറ്റ് വാല്യൂ എന്താണെന്ന്. കേരള ബോക്സ് ഓഫീസിൽ കൂടുതൽ പണം വാരിയ 20 സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഭൂരിഭാഗവും വിജയ് സിനിമകളാവും. നടൻ വിജയ് രാഷ്ട്രീയത്തിലോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതും കേരള ആരാധകർക്കാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട തമിഴ് നടൻ ആരെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ മലയാളം സിനിമകളിലെ VFX, തമിഴ് സിനിമകളിലെ കോപ്പിയടികൾ, ഒരേ കഥയിൽ വന്ന സിനിമകൾ, മോഹൻലാൽ മമ്മൂട്ടി ഒന്നിച്ച മികച്ച 10 സിനിമകൾ, 8 നിലയിൽ പൊട്ടിയ ലാലേട്ടൻ സിനിമകൾ എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു കണ്ടന്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.